വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയാം. ഇപ്പം ഇനി മുഖം കണ്ടോ, മുഖം കഴുകിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും മുഖത്തെന്തോ പണിയെടുക്കാൻ പോവുകയാണ്. മുഖത്തല്ല, ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ മുഖത്തല്ല, ടോട്ടലി ഫുള്ളൊരു പാക്കപ്പാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഖത്തെ ഫേഷ്യൽ ഹെയർസ് ഒക്കെ റൈസ് ചെയ്ത് കളയാൻ പോവുകയാണ്. അപ്പം അതിന് തിരക്ക് കളയലുണ്ട്. എന്തെങ്കിലും പരിപാടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോഴുള്ളൂ കളയില്ല, അല്ലാത്തപ്പോഴൊന്നും കളയില്ല. അപ്പോൾ ഒന്ന് കളയാനൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞാനത് എന്താ വീഡിയോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പറയാം എന്താ പരിപാടി എന്നൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകണം മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോയാലോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചുതരാം. നമ്മൾ ആദ്യം ഒരു ജെല്ല് തേച്ച് കൊടുക്കും. അപ്പോൾ ജെല്ലായിട്ട് ഞാൻ യൂസ് ചെയ്യൽ ഈ ഒരു ഏതാ ധാത്രിയുടെ അലോവേര ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യൽ. കണ്ടോ, ധാത്രിയുടെ അലോവേര ജെല്ലാണ് ഞാൻ. ഇത് കാലിയാണ് കണ്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. ചില ആൾക്കാർ സാധാ നമ്മൾ വെളിച്ചെണ്ണ തേച്ചിട്ട് ഇതാക്കാൻ എടുക്കും. പക്ഷേ എനിക്കൊന്നാമത് എൻ്റെ ഓയിലി സ്കിന്നാണ്. അതിൻ്റെ പുറമെ വെളിച്ചെണ്ണയും കൂടി ഞാൻ തേച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു മുഖം കറുത്ത ഫീൽ എനിക്ക് തോന്നലുണ്ട്. അപ്പോൾ ഇത് കഴിയാനായിക്കും, പിഴിഞ്ഞ് ഇതാണ്ടോ കഴിയാനായിക്കും. ഇപ്പോൾ കുറച്ച് ഇവിടെ തന്നെ ഉള്ളൂ. എടുക്കണോ? എടുക്കാം. അപ്പോൾ ഇത് തേച്ചിട്ട് റൈസ് ചെയ്യുക. കണ്ണാടി കണ്ടോ, പിന്നെ കണ്ണില്ലേലും മൊത്തത്തെ വെള്ളമൊക്കെ തുടക്കട്ടെ. ഓക്കെ, സെറ്റ്. അപ്പം നമുക്ക് ഇനി നമ്മളെ പണി തുടങ്ങാം. കാണില്ലേ, ഇങ്ങനെ അടിക്കാട്ടോ ചെയ്ത് കൊടുക്കുക. പക്ഷെ അധികം ഉണ്ടാവില്ല, കാരണം ഇപ്പോൾ കഴിഞ്ഞ എന്തോ ഒരു പരിപാടിക്ക് ഞാൻ എടുത്തിരുന്നു. ഇക്ക് അധികമില്ലേ പാള് എവിടെ നിന്നറിയോ, ഈ കൃതാവിൻ്റെ അവിടെയാണ്. നിങ്ങൾ ഈ കൃതാവിന് എന്താ പറയാൻ എനിക്കറിയില്ല. ഈ കൃതാവിൻ്റെ അവിടെ എനിക്ക് അധികവും പാളും കഴിയും ചെയ്ത്. ഞാൻ ഇത് വാങ്ങി വെക്കണതാണ്, മറന്നു പോയി ഗൈസ്. നമുക്ക് ഈ സൈഡ് നമുക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിക്കാം. 2.5 കിലോ 100 കൃതാവിൻ്റെ അവിടെ കണ്ടോ ഷെയ്പ്പായത് കണ്ടോ. ആകെ ഇവിടെയാണ് പണി കിട്ടൽ. എപ്പോഴും സീനാക്കൽ ഈ ഒരു കൃതാവാണ്. പിരികം പോവോ? ഞാൻ ഇതൊന്നും എടുക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ പിരികം പോകുമെന്ന് വെച്ച് തോന്നുന്നത്. ഇതെടുത്തിട്ട് നോക്കി ഞാൻ കാണിച്ചാൽ. ഗായ്സ്, അപ്പോൾ എൻ്റെ റൈസിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എവിടേക്കാണ് പോകണമെന്നൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് നിങ്ങൾ ഗസ് ചെയ്യുക. പിന്നെ ഒരു ചെറിയ ട്രിപ്പാണെങ്കിൽ 2-3 ദിവസം അത്രേ ഉള്ളൂ. അപ്പോൾ നാളെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, നാളെ പോവാനാണ്. പക്ഷേ ചെറിയൊരു വണ്ടിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ പോണത് ബസ്സിലാണോ ട്രെയിനിലാണോ എന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അപ്പം ഞാൻ അത് പോണുണ്ട്, പക്ഷെ അത് ബസ്സിലാണോ ട്രെയിനിലാണോ ഇതുവരെ കൺഫേം ആയിട്ടില്ല. അപ്പം ഞാൻ ഇനി ക്യാൻസൽ ആവുമോയെന്നും അറിയില്ല. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരുന്ന ട്രിപ്പാണ്. കാരണം ഫാമിലി ആയിട്ടാണ് പോണത്. ഞാൻ അജു, അത്ത, ഇമ്മ, സന, അഫിനു,
പിന്നെ എൻ്റെ ഇമ്മാൻ്റെ ഉമ്മമ്മ വള്ളിക്കൂട്ടത്തെ അമ്മമ്മ ഉണ്ടാവും. അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് നിങ്ങൾ ഗസ് ചെയ്യുക. അപ്പോൾ ഇനി പാക്കിങ് ഉണ്ട്, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്, അതുവരെ കഴിക്കില്ല. ഞാൻ ചെരുപ്പ് പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നൊക്കെ കഴുകിയിട്ടു, ചെരുപ്പ് കഴുകി വെച്ചു, ക്രോക്സ് കഴുകി വെച്ചു. ഇനി പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാഗ് ഉണ്ട്, പക്ഷേ അതിൽ 3 ദിവസം 4 ദിവസത്തിനുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, സ്കിപ്പാക്കാതെ ഫുള്ള് ഇരുന്ന് കാണുക. പിന്നെ ഏതാ സ്ഥലം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടുക, എവിടേക്കാണ് ഞങ്ങൾ പോണത് എന്ന് ഗസ് ചെയ്ത് കമൻറ്റ് ഇടുക. അങ്ങനെ നമ്മൾ ട്രിപ്പ് പോകാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇവിടെ ഒരാളിനെ കാണിച്ചു തരാം. അതാണ് ആ കാലുകൾ. അപ്പോൾ നമ്മളൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള ബാഗ് കഴുകിയില്ല, അപ്പോൾ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ സെറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം ഈ സാധനമൊക്കെ പൊട്ടിക്കാം. ആദ്യം അച്ചുവിൻ്റെ ഒരു ജീൻസ്, പിന്നെ ഇതെടുക്കാം. ഒന്ന് നമുക്ക് പടം അറിയോ. ഇതിൻ്റെതല്ലേ, ഇത് തരാത്ത സ്ഥലങ്ങളില്ല. എനിക്ക് വീട്ടിലിടാനേ അവിടെ ഇത് ഏത് റെഡാ? അത് നിറയെ പെയിന്റ് ആണെന്നും വേണ്ട. ഇതൊക്കെ ചളിയാണ് അജോ. ഏതാ ഒരു ഡ്രസ്സും നമുക്ക് പറ്റൂല. ഇന്ത്യയിൽ ഏതെങ്കിലും ഉണ്ടോ? പുറത്ത് ഏതോ ഒന്നുണ്ട്, അത് നോക്കട്ടെ. ആദ്യം നമുക്ക് എൻ്റെ ഹസ്ബൻഡിന് ഒരു സൈഡ് ആക്കാം, എന്നിട്ട് ഇൻ്റെത് റെഡിയാക്കാം. അപ്പോൾ ഈ ടീഷർട്ട് എടുക്കുന്നുണ്ട്, പിന്നെ ഇതിനുള്ളതാണ് പോകുമ്പോഴത്, പിന്നെ ഇതൊന്ന്, പിന്നെ ഇതൊന്ന് എടുക്കുന്നുണ്ട്, പിന്നെ ഇതൊന്ന് 4 1 2 3 4 എടുത്തിട്ടുണ്ട്. അങ്ങനെ അഖിലാലിക്കാജിയുടെ ഡ്രസ്സുകൾ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് പാൻറ്റുകൾ റെഡിയാക്കണം. അപ്പോൾ പാൻറ്റ് ഒന്നിത് അല്ല മനെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്ര ടീഷർട്ട് ഉണ്ടോ? ഒരു 2 പാൻറ്റുള്ളൂ. ഇന്റത് കയറൂല. അപ്പൊ എനിക്ക് ഇടാൻ വേണ്ടേ? ഇതോ ഇത് പോകുമ്പോ ഇടല്ലേ? അത് നിങ്ങൾ വരുമ്പോ കൊഞ്ചോ? ബ്ലാക്ക് എന്നാ ഊരിത്താട്ട്. ഈ ബ്ലാക്കോ മറക്കും നിങ്ങളജോ? ഇപ്പൊ താട്ടുങ്ങള് ഇത് ഞാൻ ഊരി വാങ്ങി. ഇനി ഇത് ഇവിടെ കുറച്ചധികം സാധനത്ത് എനിക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സ്. ഇതിൻ്റെ ജോഡികൾ 1 2 3 ഇതും 3 1 2 3 ഇതിനടി ഇതൊന്നുണ്ട്. അങ്ങനെ 3 പാൻറ്റും, പിന്നെ ഇവിടെ ഇത് തോർത്തും ഇതൊക്കെ, പിന്നെ അതിൻ്റെ പാൻറ്റുകൾ, പിന്നെ ഇത് ടീഷർട്ടുകൾ, ഇത് ട്രൗസർ, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഇതിൽ ഇന്നറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. എനിക്ക് ഷാള് അപ്പോൾ ചൂടെടുക്കുന്നോ? ഈ പൊട്ട് സ്ഥലമുള്ളൂ, എന്ത് ചെയ്യാ? പറ്റണോ പോലൊക്കെ ഞാൻ തോക്കിൻ്റെ പണി ചെയ്യും.
കുഴപ്പമൊന്നുമില്ല. ഞാൻ നോക്കൂല കേട്ടോ. നമുക്ക് ഇവിടെ നോക്കി പറ്റൂല. അച്ചു ഇത് തൂക്കാൻ പറ്റൂല. അച്ചു വയ്ക്കൂല കേട്ടോ. ലാസ്റ്റ് നിമിഷം ശരിയാക്കിയ ഒരു കാര്യം മാറി ഗൈസ്. ഇത് പള്ളയിലെത്തണില്ല. എൻ്റെ പള്ളത്ര വലുതാ. ഒന്നിനെയും കൂടി കളത്തിലിറക്കി. ഇതൊന്നും ഒരാൾക്ക് നടക്കൂല. ഞങ്ങളോട് വെച്ചോ ഇന്നറോട് വെച്ചോളൂ. ഇഞ്ചിങ്ങളിൽ 1-2 കവറിലിട്ട് വെച്ചിക്കാണ്. ഇതിന് എനിക്ക് മറ്റേ ഒരു ബാഗ് വെക്കണം, വാച്ച് വെക്കണം. അതൊക്കെ തൂക്കാൻ വയ്യ. എനിക്ക് ഇത്ര പോലെ തൂക്കാൻ വയ്യ. വലിയ മേഖലയിൽ സാധനം ലോഡ് വെക്ക് മതി. ഇതിന് കോൾ നോക്കേ. വായോ ഇതൊരു കുഴപ്പമില്ല. തന്നെ ഞാൻ വീട്ടിൽ പോകുമ്പോ തന്നെ ഞാൻ തൂക്കലേ. എൻ്റെ റോസ് പൗഡർ പൊട്ടി ഗൈസ്. ചീർപ്പെടുക്കുന്നുണ്ട്, 2 ചീർപ്പെടുക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കുറേ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. എൻ്റെ ലഗേജ് അടിപൊളി റെഡിയായി. ഇപ്പം അതിൻ്റെത് എൻ്റെ അപ്പം അടിപൊളിയായിട്ട് സെറ്റായി. എനിക്ക് അജുവിൻ്റെ ബാഗ് കണ്ടിട്ട് കയറാൻ നിൽക്കുകയാണ്. ഞാൻ അപ്പോഴും പറഞ്ഞു കുറേ എടുക്കണ്ട. അതിലുണ്ട് എത്ര സാധനങ്ങളാണ്. വല്ല ഗർഭിണിയായ പോലെ തന്നെ ബാഗിൽ നേരെ കാണിച്ചു തരാം. തീർത്ത് കിടക്കുന്നുണ്ട്. വേണ്ടോ കുഴപ്പമില്ല. ഇത് പൊന്തിക്കാന്നുള്ളത് കുറച്ച് സീനാണ്. ഇതൊക്കെ ഇതിൻ്റെ കോലം. ഇതിപ്പോൾ ഞാൻ ഇന്ത്യയിൽ പരമാവധി ലോഡ് കുറച്ചിക്കാണ്. കാരണം ഊരവേദന വന്ന സീനാണ്. ഇതിപ്പോൾ പാവം തോന്നുന്നുണ്ട്. നോക്കി നോക്കാം, എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഈ 2 ഡ്രസ്സ് കവറിലിടാനുള്ളതാണ്. അതന്നെ ഉള്ളൂ ഇപ്പോൾ പണി. പിന്നെ രാവിലെ ചാർജറും കാര്യങ്ങളും, ഹെഡ്സെറ്റ്, ചാർജർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാവിലെ എടുത്ത് വെക്കാം. അതാണ് നല്ലത്. അപ്പോൾ എവിടേക്കാണ് പോണത് എന്നൊക്കെ വഴിയെ നിങ്ങൾ കാണും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക. ഞാൻ മറ്റേ അവിടെ പോയിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇടും. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.